CCAT പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് CCAT. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫൊറോനയിലെ ചട്ടമല സെൻറ് മേരീസ് തീർത്ഥാടന ദേവാലയത്തിലെ മതാധ്യാപകരും യുവജനങ്ങളുമാണ്. അവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. ഒരു വിശ്വാസി അനേകം വർഷങ്ങളായിട്ട് വിശുദ്ധ കുംസാരമോ കുർബാനയോ ഒന്നും സ്വീകരിക്കാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വിശ്വാസി രക്ഷപ്പെടുവാൻ സാധ്യതയുണ്ടോ? യെസ്, ഇവിടെ ചോദിച്ചത് ഒരു വിശ്വാസി അനേകം വർഷങ്ങളായി വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒന്നും ഇല്ലാതെ ജീവിച്ചു, അയാൾ രക്ഷപ്പെടുവോ? ഒന്ന്, അയാൾക്ക് രക്ഷപ്പെടാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ എന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യമാണ്, ഇല്ലേ? രക്ഷപ്പെടാൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഈ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുമായിരുന്നു. അതിന് അദ്ദേഹം തയ്യാറാകാതിരിക്കുമ്പോൾ ആ മനുഷ്യൻ രക്ഷയെ അത്ര ഗൗരവമായി എടുത്തിരുന്നില്ല എന്ന് ന്യായമായും ഊഹിക്കാവുന്നതാണ്. എന്നാൽ ചിലപ്പോൾ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഈ ഒരു സാഹചര്യത്തിലൂടെ ഒരു മനുഷ്യൻ ജീവിച്ചെന്നിരിക്കാം. ഉദാഹരണമായിട്ട് അയാൾ ജോലി ചെയ്യുന്ന പ്രദേശത്ത് പള്ളിയോ പട്ടക്കാരോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും. അയാൾക്ക് വർഷങ്ങളായി കൂദാശ സ്വീകരണം സാധ്യമല്ലാത്ത സാഹചര്യമായിരിക്കാം. അതല്ലെങ്കിൽ ഒരാൾ രോഗിയായി വീട്ടിൽ കഴിയുക, അയാളെ വീട്ടുകാരും കൂദാശ സ്വീകരണത്തിനുള്ള അവസരങ്ങൾ ഒരുക്കാൻ തയ്യാറാകുന്നില്ല. അയാൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെന്ന് പള്ളിയിലെ വികാരിച്ചനും അറിയുന്നില്ല. അയാൾ അങ്ങനെ കഴിയുന്ന ഒരു സാഹചര്യമാകാം. ഇത് രണ്ടും രണ്ടാണ്. ഒരു വ്യക്തി ബോധപൂർവം കൂദാശകൾ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ രക്ഷയെക്കുറിച്ച് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അതേസമയം ഒരു വ്യക്തി തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ കൂദാശ സ്വീകരണം അസാധ്യമായ സാഹചര്യത്തിലൂടെ ജീവിച്ചുവെങ്കിൽ അത് ആ വ്യക്തിയുടെ നിത്യരക്ഷയെ ഒരിക്കലും അപകടപ്പെടുത്തുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇനി ജീവിതകാലത്തെ കുറവുകളും പരിമിതികളും കുമ്പസാരത്തിലൂടെ പരിഹരിക്കപ്പെടാത്തതോ ആയ വിഷയങ്ങൾ ശേഷിക്കുന്നുണ്ട് എങ്കിൽ, അത് ലഘുവായ രീതിയിലാണ് എങ്കിൽ അതിന് ശുദ്ധീകരണ സ്ഥലത്തിലെ പരിഹാരങ്ങളിലൂടെ ആ വ്യക്തിക്ക് നിത്യരക്ഷയിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നും നമുക്കറിയാവുന്നു, അല്ലേ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ആ വ്യക്തി രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഉത്തരമാണ്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് ഈ രീതിയിലൊക്കെ സഭാപ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റും. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറാണ്. നൈസ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസത്തെ സംശയം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ സഭ ശവദാഹം സമ്മതിക്കുമോ? യെസ്, നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു കഠിനമായ വാചകമാണ് ടീച്ചർ ഉന്നയിച്ചത്, അല്ലേ? അത് ആ വിവർത്തനത്തിൽ അപ്പോൾ അത്രയും സങ്കീർണമായി വിവർത്തനം ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ലളിതമായി പറഞ്ഞാൽ അത് ആ പ്രസ്താവനയുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വാസമുണ്ട് എങ്കിൽ ഒരു വ്യക്തിയുടെ ശവദാഹം, അതായത് ശവം ദഹിപ്പിക്കുന്നതിനെ സഭ അനുവദിക്കുമോ? ഇതാണ് ടീച്ചറിൻ്റെ ചോദ്യം, അല്ലേ? അതെ, ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മൃതശരീരം ദഹിപ്പിക്കുന്നത് ക്രമേഷൻ എന്ന് പറയും. രണ്ട് തരത്തിലുള്ള രീതികളാണ് സഭയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, മൃതശരീരം സംസ്കരിക്കുക, മണ്ണിൽ കുഴിച്ചിടുക. നമുക്കറിയാം, മണ്ണിൽ കുഴിച്ചിട്ടാലും
അത് കിളുത്തു വരുമൊന്നുമല്ല ചെയ്യുന്നത്. പുനരുത്ഥാനം എന്ന് പറയുന്നത് ശരീരം കിളുത്തു വരുന്ന പണിയൊന്നുമല്ല. മണ്ണിൽ കുഴിച്ചിട്ടാലും അത് പുഴുക്കൾക്ക് ആഹാരമായി അത് ശരീരം വിഭജിച്ച് വ്യത്യസ്ത രൂപങ്ങളിലേക്ക് അത് മാറിപ്പോവുകയാണ് അല്ലേ? അതിൻ്റെ മൂലപദാർത്ഥങ്ങളിലേക്ക് അത് തിരികെ പോവുകയാണ്. ഭാരതീയ ചിന്തയെ പറഞ്ഞ പഞ്ചഭൂതങ്ങളായി അവ പരിണമിക്കുകയാണ്. അപ്പോൾ ശരീരം സംസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേകതയുണ്ടോ, അഥവാ ദഹിപ്പിച്ചു എന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇല്ല. ക്രൈസ്തവ വിശ്വാസം പരമ്പരാഗതമായി ശരീരം സംസ്കരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇനിയുള്ള കാലത്ത് ഒരുപക്ഷെ ദഹിപ്പിക്കൽ എന്നുള്ള ആശയത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, പല ടൗണുകളിലുമുള്ള സിമിത്തേരികൾ ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ കിടക്കാനിടയില്ല. അപ്പോൾ ഈ ഭൂമി മുഴുവൻ മരിച്ചവർ കയ്യേറുന്നത് ശരിയല്ല. അതുകൊണ്ട് എന്തു ചെയ്യും, സിമിത്തേരികൾ വളരെ ചെറുതാകുന്ന സാഹചര്യം വരും. അല്ലെങ്കിൽ ഇനിയുള്ള സിമിത്തേരി ഇനി വലുതാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഈ ഇവരുടെ ശരീരം ദഹിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ അതിനുള്ള ക്രെമറ്റോറിയങ്ങളുണ്ട്, ദഹിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പള്ളിയിലെ എല്ലാ ശുശ്രൂഷകളും കഴിഞ്ഞ ശേഷം, മൃതസംസ്കാര ശുശ്രൂഷയുടെ കർമ്മങ്ങൾ മുഴുവൻ കഴിഞ്ഞ ശേഷം ആ ബോഡി ശരീരം കൊണ്ടുപോയി ദഹിപ്പിക്കുകയും ദഹിപ്പിച്ചതിൽ നിന്ന് ഏതാനും നുള്ള് ചാരം ഒരു ബോക്സിൽ കൊണ്ടുവന്ന് അത് പള്ളിയുടെ സിമിത്തേരിയുടെ ഭിത്തിയിൽ പേരെഴുതി ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന പതിവ് വിദേശങ്ങളിലൊക്കെയും വ്യാപകമായി കത്തോലിക്ക പള്ളികളിൽ നടക്കുന്നുണ്ട്. ഇവിടെ അതിപ്പോൾ വ്യാപകമായിട്ടൊന്നുമില്ല. എന്നാൽ ഏതെങ്കിലും വ്യക്തിക്ക് അതിനോട് താല്പര്യമുണ്ട് എങ്കിൽ അത് സഭയിൽ ഇന്ന് അനുവദനീയമാണ്, കത്തോലിക്ക സഭയിൽ അനുവദനീയമാണ്. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ സങ്കീർണതകൾ നമ്മുടെ നാട്ടിൽ വളരെ പ്രശ്നമാണ്. ഈ അടുത്ത കാലത്ത് ഒരു ഇച്ചായൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ശരീരം ദഹിപ്പിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം, അതിന് പിതാവ് അതിനുള്ള അനുവാദവും സമ്മതവും തരണം. ഞാൻ പറഞ്ഞു അത് അനുവദിക്കാം, പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാരാണ് കൊണ്ട് ദഹിപ്പിക്കുക? വികാരിച്ചനോട് ഈ ഇച്ചായൻ്റെ ശരീരം കൊണ്ടുപോയി ദഹിപ്പിച്ച് ഭസ്മം കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറയാൻ പറ്റുമോ? അങ്ങനത്തെ ബാധ്യത ഏറ്റെടുക്കാൻ അച്ഛൻ തയ്യാറാകിയാൽ ഇതാരാ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഇതിന് അനുവാദമുണ്ട്, പക്ഷേ ഇച്ചായൻ ചെയ്യേണ്ടത് എന്താണ്? ഇത് ആര് ചെയ്യും? മക്കൾ രണ്ട് മക്കളുണ്ട്, അവർക്കിത് സമ്മതമാണെന്നും മരണശേഷം ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഉള്ള അവരുടെ സന്നദ്ധത അവരറിയിച്ചുകൊണ്ടുള്ള സമ്മതപത്രം ഉണ്ടാക്കി വയ്ക്കുക. അല്ലാതെ ഇത് നടപ്പിലാക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ദഹിപ്പിക്കുന്ന സ്ഥലങ്ങൾ, ക്രെമറ്റോറിയങ്ങൾ വ്യാപകമായിട്ടൊന്നുമില്ല. ഉള്ള സ്ഥലങ്ങളിൽ തന്നെ ദഹിപ്പിച്ചാൽ മുഴുവനൊന്നും ദഹിക്കുകയില്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങളേ ഉള്ളൂ. പലപ്പോഴും മൃതശരീരത്തോടുള്ള അനാദരവ് കാണിക്കുന്ന സ്ഥലങ്ങളായി നമ്മുടെ ക്രെമറ്റോറിയങ്ങൾ ശേഷിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്, ഈ സഭ അനുവദിക്കാത്തത് കൊണ്ടല്ല, പലപ്പോഴും മൃതശരീരത്തിന് അർഹമായ ആദരം ലഭിക്കാത്ത സാഹചര്യം ഈ ഒരു മൃതസംസ്കരണ രീതിയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും അതിനോട് ആളുകൾ വിയോജിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഷിജോ. ഷിജോ സാറ്, സാറിൻ്റെ ചോദ്യം. പിതാവേ, സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമായി പരിഗണിച്ചാൽ സഭയെ അടച്ചാക്ഷേപിക്കുന്ന എല്ലാ പ്രവൃത്തികളും തെറ്റാകില്ലേ? യെസ്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അത് നമ്മളാരും കണ്ടുപിടിച്ചതല്ല. പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി കൊറിന്തോസുകാർക്ക് എഴുതുമ്പോൾ എഴുതി വയ്ക്കുന്നതാണ്. 12-ാം അധ്യായത്തിൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സാവൂൾ പീഡിപ്പിച്ച സഭയെയാണ്. സഭയെ പീഡിപ്പിച്ചപ്പോൾ ക്രിസ്തു പീഡിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് പൗലോസ് ആശയം പറഞ്ഞത്. ഏതാണ്? സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകയാൽ ആ ശരീരത്തെ അപമാനിക്കുന്ന എല്ലാ പ്രവൃത്തികളും തെറ്റാണ്. അത് ക്രിസ്തുവിനോടുള്ള എതിർപ്പാണ്.
അതായത് സഭയ്ക്കെതിരായി എഴുതുന്നവർ മാത്രമല്ല, സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയുടെ വിശ്വാസത്തിന് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരും സഭാശരീരത്തെ മുറിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഏതെങ്കിലും വൈദികരോ സന്യസ്തരോ തങ്ങളുടെ വ്രതം വിശുദ്ധിക്ക് ചേരാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവർ സഭാശരീരത്തെ മുറിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സഭയ്ക്കെതിരായി ഉണ്ടാകുന്ന ആരോപണങ്ങളുടെ പേരിൽ വലിയ ഭൂകമ്പം സൃഷ്ടിച്ച് സഭയുടെ മുഖത്ത് ചെളിവാരിയെറിയാൻ പരിശ്രമിക്കുന്നവർ സഭാഗാത്രത്തെ മുറിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സഭയെ രക്ഷിക്കാൻ എന്നുള്ള വ്യാജേന കൂണുപോലെ മുളച്ചു പൊട്ടി വരുന്ന കുറേ സംഘടനകളും സംവിധാനങ്ങളും ഇന്നുണ്ട്. അവരെല്ലാം അവകാശപ്പെടുന്നവർ സഭയെ രക്ഷിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ എഴുത്തുകളും അവരുടെ സംസാര രീതികളും സഭാഗാത്രത്തിൽ ഏൽപ്പിക്കുന്ന മാരകമായ മുറിവുകളാണ് എന്നുള്ളത് വസ്തുതയാണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സഭാഗാത്രത്തെ വേദനിപ്പിക്കുന്നതിൽ നാം എല്ലാവരും ഒരുപോലെ പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. വിശ്വസ്തയോടെ കുടുംബജീവിതം നയിക്കാത്ത ദമ്പതിമാർ സഭാഗാത്രത്തെ മുറിപ്പെടുത്തുകയാണ്. വിശ്വസ്തയോടെ പൗരോഹിത്യവും സന്യാസവും ജീവിക്കാത്തവർ സഭാഗാത്രത്തെ മുറിപ്പെടുത്തുകയാണ്. വിശ്വസ്തയോടെ ജീവിക്കാത്ത അൽമായർ സഭാഗാത്രത്തെ മുറിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഭാഗാത്രത്തെ മുറിപ്പെടുത്തുന്നത് ഏതോ ചില വിമതർ മാത്രമാണ് എന്ന് നമ്മൾ ധരിച്ചു വയ്ക്കരുത്. സുവിശേഷാനുസൃതം ജീവിക്കാൻ മടി കാണിക്കുന്ന എല്ലാ വ്യക്തികളും സഭാഗാത്രത്തെ മുറിപ്പെടുത്തുന്ന ജീവിതശൈലിയാണ് അനുവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സിസ്റ്ററാണ്, ഫ്രാൻസിസ് സിസ്റ്റർ അല്ലേ? അതെ. സിസ്റ്ററിന്റെ ചോദ്യം എന്താണ്? ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും എളുപ്പം കൊട്ടം സൂചിക്കുഴിയിലേക്ക് കടന്നു പോകുകയെന്ന്. നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന സ്വത്ത് അതിൽ നമ്മൾ ധനവാന്മാരാകുന്നുവെങ്കിൽ തെറ്റാണോ? യെസ്, ഫ്രാൻസിസ്ക, അതെ, അങ്ങനെയാണോ സിസ്റ്റർ? ഫ്രാൻസിസ് എന്ന് തന്നെയാണ് പേര്. ഓക്കെ, മേരി ഫ്രാൻസിസ് ആണ് അല്ലേ? ഇപ്പോൾ ഏത് പേരാണ് സിസ്റ്ററിന് കൂടുതൽ ഇഷ്ടം? മേരിയാണോ ഫ്രാൻസിസാണോ? രണ്ടും ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ മേരി ഫ്രാൻസിസ് അമ്മ ചോദിച്ച ചോദ്യം വളരെ പണ്ഡിതോചിതമായൊരു ചോദ്യമാണ് അല്ലേ? അതായത് ഈശോ ദൈവവചനത്തിൽ പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോവുകയാണ്. അതായത് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും ഇല്ലേ? അതായത് ഒട്ടകം എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ഒരു സൂചിക്കുഴയിലൂടെ കടന്നു പോവോ? ഇല്ല. അപ്പോൾ പിന്നെ ധനവാൻ സ്വർഗരാജ്യത്തിൽ കയറുകയില്ല എന്നാണ് ഈശോ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്നാൽ അവിടെ ഈശോ ഉദ്ദേശിക്കുന്നത് സമ്പത്ത് ദൈവഹിതപ്രകാരം വിനിയോഗിക്കണം. അവിടെയാണ് ഒരു വ്യക്തി സ്വർഗരാജ്യം സ്വന്തമാക്കുന്നത്. സക്കേവൂസ് വലിയ ധനികനായിരുന്നു. പക്ഷെ അയാൾ ചെയ്തെന്താ? എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. സക്കേവൂസ് സ്വർഗത്തിൽ പോയി ഇല്ലേ? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. അതായത് ഒരാൾ സമ്പന്നനാണ് എന്ന ഒറ്റ കാരണത്താൽ അയാളുടെ രക്ഷ അപകടത്തിലാണ് എന്ന് ഈശോ പറയുന്നില്ല. മറിച്ച് ഈശോ പഠിപ്പിക്കുന്ന എന്താണ്? ഒരു വ്യക്തി തൻ്റെ സമ്പത്തിനെ ഏത് രീതിയിൽ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തി സ്വർഗത്തിൽ പോകുകയോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് കാരണമാകുന്നു. നമുക്കറിയാം, സുവിശേഷത്തിൽ തന്നെ വലിയ സമ്പന്നന്മാരുണ്ട്. അരിമത്യാക്കാരൻ ജോസഫ്, നിക്കോദേമൂസ്, 100 റാത്തൽ സുഗന്ധക്കൂട്ട് മേടിക്കാൻ മാത്രം സമ്പന്നന്മാരായിരുന്നവർ അല്ലേ? വലിയ തുക വേണ്ട ഒരു കാര്യമാണത്. അത്രയും സമ്പന്നന്മാരായിരുന്ന അവർ സ്വർഗത്തിൽ പോയി കാണുമോ? എന്താണ് മേരി ഫ്രാൻസിസ് അമ്മയുടെ വിചാരം? പോയി കാണും അല്ലേ? അതായത് സമ്പത്ത് ദൈവമഹത്വത്തിന് വേണ്ടിയും സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും വിനിയോഗിക്കുമ്പോൾ ആ സമ്പത്ത് തന്നെ രക്ഷാമാർഗമായി മാറുന്നു. അതേസമയം ആ സമ്പത്ത് ഒരു മനുഷ്യനും ഉപകാരം ചെയ്യാതെ വളരെ ലുബ്ധനായി ആർക്കും പങ്കുവയ്ക്കാതെ
മക്കൾക്ക് പോലും കൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ചില കാരണവന്മാരുണ്ട്. അവരുടെ ആ സമ്പത്ത് കൊണ്ട് കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാകുന്നു എന്നല്ലാതെ അവരുടെ വീടിനും പ്രയോജനമില്ല, നാട്ടുകാർക്കും പ്രയോജനമില്ല, ഉടയതമ്പുരാനും പ്രയോജനമില്ല. അങ്ങനത്തെ മനുഷ്യരെ കണ്ടിട്ടില്ലേ? അത്തരം അവസ്ഥകളെക്കുറിച്ചാണ് ഈശോ പറയുക, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ഏറെ ദുഷ്കരമാണ്. ഒട്ടകം സൂചിക്കുഴയക്കിടെ കടന്നു പോയാലും. സൂചിക്കുഴ എന്ന് പറയുന്നത് നമ്മുടെ തയ്ക്കുന്ന സൂചിയുടെ കുഴയായിരിക്കണമെന്നില്ല. അവിടെ ജെറുസലേമിൻ്റെ കോട്ടയ്ക്ക് ഒരു കവാടം ഉണ്ടായിരുന്നു, പല കവാടങ്ങളുണ്ട്. അതിൽ ആടുകളെ കൊണ്ടുവരുന്നൊരു കവാടമുണ്ട്, അത് ചെറിയ കവാടം, ആട് ഇത്രയല്ലേ ഉള്ളൂ, അതിനെ അങ്ങ് കയറ്റി വിടാവുന്ന കവാടമുണ്ട്. അതിനകത്തൂടെ ഒട്ടകത്തിൻ്റെ തല കയറിയെന്നിരിക്കും, പക്ഷേ ഒട്ടകം കയറുമോ? അപ്പോൾ ആ സൂചിക്കുഴ എന്ന് പറഞ്ഞ പല 12 ഗേറ്റുകളിലെ ഏറ്റവും ചെറിയ ഗേറ്റുകളിലൊന്നാണ്. ഇങ്ങനെ ഈ മൃഗത്തെ, ആടിനെ കടത്തിവിടാൻ വേണ്ടിയുള്ള ഗേറ്റ്. അതിനകത്തൂടെ ഒട്ടകം കയറി വരുമോ എന്നാണ് ഈശോ ചോദിച്ചത്. അല്ല എങ്കിൽ അത് ഒരു വലിയ വിചിത്രമായ ഉപമയായിത്തീരും, അല്ലേ? ഈ നൂല് കയറ്റുന്ന കുഴയ്ക്കകത്തൂടെ ഒട്ടകം കയറുമോ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യമില്ല. അത് ജെറുസലേം നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാകുന്ന ഒരു പദപ്രയോഗമാണ്. ഒരു പ്രത്യേക ഗേറ്റിൻ്റെ പേരാണ് സൂചിക്കുഴ എന്ന് പറയും. ആ ഗേറ്റിക്കിടെ ഒട്ടകം കയറി വരികയല്ലോ, അതുപോലെയാണ് എന്നാണ് ഈശോ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് സമ്പത്ത് ഏത് രീതിയിൽ വിനിയോഗിക്കുന്നു എന്നതാണ് പ്രസക്തമായ വിഷയം. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, ഫ്രാൻസിസ് സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, കോപം ഏതെല്ലാം തരത്തിലെ പാപമാകാം? യെസ്, മേരി ഫ്രാൻസിസ് അമ്മയുടെ വളരെ ആഴമുള്ളൊരു ചോദ്യം ഇതാണ്. കോപം ഏതെല്ലാം തരത്തിൽ പാപമാകാം? ഏതെല്ലാം തരത്തിൽ അമ്മ കോപിക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിലേതൊക്കെ പാപമാണ് എന്ന് പറയാൻ എളുപ്പമുണ്ടായിരുന്നു, അല്ലേ? അതായത് നമ്മൾ കോപിക്കുന്നതെല്ലാം പാപമാണോ എന്ന് ചോദിച്ചാൽ എല്ലാം പാപമല്ല. ചില കോപങ്ങൾ രക്ഷാകരമായ കോപങ്ങളുണ്ട്. ഇപ്പം ദൈവം കോപിച്ചു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ദൈവം പാപം ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം. ഈശോ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ആ ആടുമാടുകളെ പുറത്താക്കുമ്പോൾ ഈശോയുടേത് ഒരു രോഷപ്രകടനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്, അല്ലേ? ഈശോ അത് കോപിക്കാൻ വേണ്ടി ചെയ്താൽ. കോപം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നന്മയെ ലക്ഷ്യമാക്കിയാകാം. അതായത് എന്താണ് അതിവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി കോപിക്കുമ്പോൾ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ ആ കോപത്തെ നമ്മൾ പാപം എന്ന് വിളിക്കാൻ പറ്റിയല്ല. കൊച്ച് യാതൊന്നും പഠിക്കാതെ ഉഴപ്പി നടക്കുന്നു, അപ്പൻ മകനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു, നിന്നോട് ഞാൻ സംസാരം നിർത്തി, നീ ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല, പഠിക്കുന്നുമില്ല, അതുകൊണ്ട് നീ നിൻ്റെ വഴി നോക്കൂ എന്ന് പറഞ്ഞ് അപ്പനിങ്ങനെ കോപിച്ച് പിണങ്ങി മിണ്ടാണ്ടിരുന്നു. ആ അപ്പനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? മേരി ഫ്രാൻസിസ് അമ്മേ, മൈക്ക് ഉപയോഗിച്ച് പറഞ്ഞു പറ്റുമോ? ഇല്ല. ഇല്ല. അതായത് ചില കോപങ്ങൾ രക്ഷാകരമാണ്, നല്ലതാണത്. എന്നാൽ ഈ കോപത്തിൽ നിന്ന് വ്യത്യസ്തമായ കോപങ്ങളുണ്ട്. അതായത് നമ്മുടെ വികാരപ്രകടനത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിലെ പ്രതികാരവും ദേഷ്യവും തീർക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന കോപപ്രകടനങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ മേൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന കോപപ്രകടനങ്ങളാണ് പാപമാകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ കോപപ്രകടനങ്ങളിൽ ആ വ്യക്തിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്? ആ വ്യക്തി ബോധപൂർവം കോപിച്ച് ആ കോപം എപ്പോൾ അവസാനിപ്പിക്കണമെന്നും ആ വ്യക്തിക്ക് കൃത്യമായ അറിവുണ്ട്. മകനോട് ശത്രുതയും കൊണ്ടല്ല അപ്പനത് ചെയ്യുന്നത്, മറിച്ച് മകൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ അപ്പൻ തൽക്കാലത്തേക്ക് കോപം പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ വ്യക്തിയുടെ കോപം നിയന്ത്രണ വിധേയമാണ്. അതേസമയം കോപം പാപമാകുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന ക്ഷതങ്ങൾ, പ്രതിസന്ധികൾ വലിയ ഭയാനകമായ അവസ്ഥയിലെത്തും. കോപം വർദ്ധിച്ചു കഴിയുമ്പോൾ ചില മനുഷ്യർ കത്തിയെടുത്ത് കുത്തുന്നു, കൊടുവാളെടുത്ത് വെട്ടുന്നു. കോപം മൂത്ത് കഴിയുമ്പോൾ
ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയ കഥകൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നു. അതായത് ഒരു കോപം ഒരുപാട് വലിയ തിന്മകളിലേക്കും സർവനാശത്തിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കാവുന്ന കാര്യമാണ്, ഇല്ലേ? ചില മനുഷ്യർ കോപം തോന്നി തങ്ങളെ തന്നെ ശിക്ഷിക്കുന്നവരുണ്ട്. അതും അപകടകരമായ രീതിയാണ്. അങ്ങനെ ഒരു പാമ്പിനെക്കുറിച്ച് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞ ഒരു പാമ്പ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലുണ്ടത്രേ. അതിനെ ആരെങ്കിലും പ്രകോപിപ്പിച്ച് അതിന് കോപം വന്നു കഴിയുമ്പോൾ അത് അതിൻ്റെ വിഷം അതിൻ്റെ തന്നെ ശരീരത്തിലേക്ക് കടിച്ചു കുത്തിവെക്കുന്നു. അങ്ങനെ ആ പാമ്പ് ചത്തുപോകും. അങ്ങനെ കോപിക്കുന്ന മനുഷ്യരുണ്ട്. കോപം മൂത്ത് കഴിയുമ്പോൾ സ്വയം മരിക്കാൻ തീരുമാനിക്കുന്നവർ. ഇങ്ങനത്തെ അവസ്ഥകളുണ്ട്, അല്ലേ? അത് സൂചിപ്പിക്കുന്ന എന്താണ്? കോപം നാശത്തിന് കാരണമാകുന്നു. നിയന്ത്രണാതീതമായ കോപങ്ങൾ നാശത്തിന് കാരണമാകും. അതാണ് ഒന്നാമത്തെ പാപം. കോപവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പാപം ഇതാണ്. ഒരു വ്യക്തി ആ കോപം അവസാനിപ്പിക്കുന്നില്ല, അതങ്ങ് കൊണ്ടു നടക്കുകയാണ്. പ്രതികാര ചിന്തയായിട്ട്, വെറുപ്പായി, വിദ്വേഷമായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയെന്ന് വിചാരിച്ചു. അപ്പോഴും അത് പാപമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം പറയും, അത് തീക്കനൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന പോലെയാണ് കോപം കൊണ്ട് നടക്കുന്നത്. എന്താണ്? തീക്കനൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നാൽ എന്ത് പറ്റും? കൈ പൊള്ളും. അതങ്ങ് എറിഞ്ഞ് കളഞ്ഞേക്കുകയാണെങ്കിൽ പൊള്ളൽ നിൽക്കും. നമ്മൾ കോപം ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ഒന്നുകിൽ കയ്യിൽ തീക്കനൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇവിടെ നെഞ്ചിൽ തീക്കനൽ ചേർത്ത് പിടിച്ചതുപോലെയാണ് എന്ന് വചനം സൂചിപ്പിക്കുന്നതിൻ്റെ കാരണം അത്തരത്തിലുള്ള പ്രതികാര ചിന്തകൾ, കോപങ്ങൾ മനുഷ്യജീവിതത്തെ പൈശാചികമാക്കി മാറ്റും. നമുക്കറിയാം, ചില മനുഷ്യർ പ്രതികാരം ഉള്ളിൽ കൊണ്ടു നടന്ന് 10-20 കൊല്ലം കഴിഞ്ഞൊക്കെ പ്രതികാരം ചെയ്യുന്നവരുണ്ട്, ഇല്ലേ? അങ്ങനത്തെ മനുഷ്യരെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെയും സൂചിപ്പിക്കുന്ന എന്താണ്? കോപം പാപമാകുന്ന സാഹചര്യങ്ങളാണ്. മൂന്നാമതായി കോപം പാപമാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, നമ്മൾ കോപിച്ചതിന് കാരണമൊന്നുമില്ല എങ്കിൽ അതെന്താണ്? കോപം പാപമാണ്. നമ്മൾ ഒരു കാരണവും കൂടാതെ ഒരു മനുഷ്യനോട് വെറുതെ വഴക്കുണ്ടാക്കുക എന്ന് വിചാരിച്ചു. പണ്ട് ചെന്നായ ആടിനോട് വഴക്കുണ്ടാക്കിയതുപോലെ, നീ ഈ കുളം കലക്കി. അയ്യോ, ഞാൻ ആ കുളത്തിൻ്റെ അടുത്ത് പോലും പോയിട്ടില്ല ചെന്നായെ. നീ കലക്കിയില്ലേ, പണ്ട് നിൻ്റെ അപ്പൻ ഇത് കലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ തിന്നാൻ പോവുകയെന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെ വഴക്കുണ്ടാക്കുന്ന മനുഷ്യർ. അത് കാരണം കൂടാതെയുള്ള കോപമാണ്. കാരണം കൂടാതെയുള്ള കോപം പാപമാണ്. ഇനി നാലാമത് ഒരു മേഖലയും കൂടിയുണ്ട് കോപം പാപമാകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ കോപിക്കുന്ന വ്യക്തി തനിക്ക് തെറ്റുപറ്റി എന്നറിയുമ്പോൾ അത് തിരുത്താൻ ശ്രമിക്കാതിരിക്കുമ്പോഴും ആ കോപം പാപമാണ്. ഞാൻ അന്യായമായിട്ടാണ് കോപിച്ചത്, ഇനി ന്യായമായ കാരണമുണ്ടെങ്കിൽ പോലും എൻ്റെ കോപപ്രകടനം അസ്ഥാനത്തായിരുന്നു, ആനുപാതികമായിരുന്നില്ല. അത് ആ വ്യക്തിയെ വല്ലാതെ വേദനിപ്പിക്കുന്നതും വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുമാണ് ഞാൻ കോപം പ്രകടിപ്പിച്ചത് എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആത്മാർത്ഥമായി ചെന്ന് ക്ഷമ പറയണം. ഐ ആം റിയലി സോറി, ഐ ഷുഡ് നോട്ട് ഹാവ് സെഡ് ഇറ്റ്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എനിക്ക് എൻ്റെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്, എന്നോട് ദയവായി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അനുരഞ്ജനപ്പെടാൻ ശ്രമിക്കാത്ത കോപവും എന്താണ്? പാപവും. ദൈവപ്രമാണങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.